പാട്ട് പാടുന്നോ? ഒരു പാട്ട് പാടിക്കോ. പുഷ്പ 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 നമ്മുടെ പുഷ്പ അല്ലൂർജുനെ പുഷ്പ പുഷ്പ ഫയറാണ് പുഷ്പ വൈൽഡ് ഫയറാണ് പുഷ്പ 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 നമ്മുടെ പുഷ്പ അല്ലൂർജുൻ രശ്മിക്ക് ഫീലിംഗ് മടി പൊട്ടിയ റൊമാൻറ്റിക് ഫീലിംഗ് ഇടാ പുഷ്പ 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 ടു 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 പുഷ്പ 3 വെയിറ്റിംഗ് ഡാ. സിനിമ കണ്ടിട്ട് പ്രത്യേക അനുഭവങ്ങൾ കണ്ടത്. കാരണം നമ്മൾ പുഷ്പ 1-നെക്കാളും ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ളത് കണ്ട സിനിമയാണ്. കാരണം ഇതിൽ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് വർക്കായി പോയി. കാരണം സെക്കൻഡ് ഹാഫ് എനിക്കത് മനസ്സിലായില്ല, എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻഗേജിങ് ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിനെക്കാളും കൂടുതൽ സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആക്കിയില്ല. കുറച്ച് ഇമോഷണൽ എന്നൊക്കെ വന്നപ്പോഴേ കണ്ടിരിക്കാം. പക്ഷേ ഓവറോൾ എന്തായാലും പടം എന്തായാലും അല്ലു അർജുൻ്റെ ഒരു കംബാക്കാണ്. പിന്നെ ഫഹദിക്കയുടെ ഒരു ഡീസൻറ്റ് മെത്തേഡ് ആക്ടിങ് ഒക്കെ വന്നപ്പോൾ പുതുമയുണ്ട്. ഈ പയ്യനെ ഒരു കാര്യം, ഈ പയ്യൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടായി. ഒരു സ്റ്റെൻഡ് കിടന്നപ്പോൾ പേടിച്ചു. കാരണം എന്ന് വെച്ചാൽ അത് എന്താണ് അല്ലു അർജുൻ്റെ ആ ഫൈറ്റ് കണ്ടിട്ട് പേടിക്കാൻ എന്താ കാരണം? ഇതിൻ്റെ ഫൈറ്റ് അത്ര ഗംഭീരമായിട്ട് പേടിച്ചു. കാരണം എന്ന് വെച്ചാൽ ആ ദേവിയായിട്ട് വന്നുള്ള ഫൈറ്റ് അതൊക്കെ ഒരു ടീസറിലൊക്കെ കാണിച്ചില്ല. അടുത്തിരുന്ന ബ്രൈറ്റിനെ കിട്ടിച്ചു അല്ലേ? അങ്ങനെ അടുത്തിരുന്ന ബ്രൈറ്റിനൊക്കെ ഇങ്ങനെ ഇടിച്ചു അതുപോലെ. പണ്ട് ലൂസിഫർ പടം കണ്ടപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പടം കണ്ടപ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ അടുത്തിരുന്ന ആളെ ഇടിച്ചു നടന്നത്. അതിനുശേഷം നമ്മുടെ പെരേരയാണ് ഈ പടം കണ്ടിട്ട് ആവേശം കൊണ്ട് ഇടിച്ചത്. കൈ കൊണ്ടല്ലേ? എന്നാലും പടം വേറെ ലെവലാണ്. ഒരു സിനിമയെന്ന് പറഞ്ഞാൽ